നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ പുതുക്കോട് അരീക്കുന്നുമ്മൽ ഈ 2 വാർഡുകളും ചേരുന്ന ഈ പാടശേഖരത്താണ്. ഈ പാടശേഖരത്ത് നമ്മളിപ്പോൾ വരാനുള്ള കാരണം ഇവിടെ നെൽകൃഷി ചെയ്തുകൊണ്ടിരുന്ന ഒരു പാടാണ്. അപ്പോൾ നെൽകൃഷി ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു സമ്മർ ഏരിയ ഉണ്ട്, പ്രത്യേകിച്ച് ഒന്നും ഇല്ലാതെ തരിശായി കിടക്കുന്ന ഒരു വയലായിരുന്നു. കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ ഈ വയലിൽ ഇവരുടെ ഒരു കുടുംബമായിട്ട് സഹോദരങ്ങൾ 2 പേരും അവരുടെ കുടുംബവും ചേർന്നിട്ട് തണ്ണിമത്തൻ കൃഷി കഴിഞ്ഞ വർഷം ഒരു 50 സെൻറ്റിൽ അവർ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തു. അത് വൻ വിജയമായി. അവർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും കഴിച്ച് നമ്മൾ പൊതുവെ പീടികയിൽ നിന്നൊക്കെ കടകളിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്നതിനേക്കാൾ ഫ്രഷ് ആയിട്ടുള്ളത് കൊണ്ടും പിന്നെ കൂടുതൽ ജൈവവളങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടും നല്ല മധുരവും ടേസ്റ്റും ഉള്ളതായിരുന്നു. അതുകൊണ്ട് ഇവരത് കഴിഞ്ഞ വർഷം 50 സെൻറ്റ് ചെയ്തത് ഈ വർഷം 1.5 ഏക്കറിലോട്ട് അവർ വ്യാപിപ്പിച്ചു അവരുടെ കൃഷി. അവർക്ക് കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായ രീതിയിൽ ചെലവ് കുറഞ്ഞ് പണിക്കൂലി കുറച്ചിട്ട് ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമാണ് വരുന്നത്. പിന്നീടുള്ള എല്ലാം കൃത്യമായിട്ട് ഡ്രിപ്പും മൾച്ചും വഴി കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്തെടുത്തത് കൊണ്ട് തന്നെ ഒരു മാതൃകയാക്കാവുന്ന രീതിയിൽ തികച്ചും അഭിനന്ദനാർഹമായ രീതിയിലാണ് അവരിപ്പോൾ ഇത് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ കൃഷി ചെയ്ത 2 സഹോദരങ്ങളാണ് ഗിരീശേട്ടനും അതുപോലെ തന്നെ ജയശേട്ടനും. അപ്പോൾ ജയശേട്ടൻ KCBയിലെ ഒരു സ്റ്റാഫ് കൂടിയാണ്. അപ്പോൾ ഇന്ന് അദ്ദേഹത്തിന് ഒഴിവായിരുന്നു, അപ്പോൾ അദ്ദേഹം നമ്മളെ കൂടെ ചേരുന്നുണ്ട്. അപ്പോൾ ഗിരീശേട്ടൻ നമ്മൾ കഴിഞ്ഞ വർഷം മുതലാണ് കൃഷി തുടങ്ങിയത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ നിങ്ങളുടെ അനുഭവം എന്തായിരുന്നു? ചെയ്തത് കഴിഞ്ഞ വർഷമായിട്ടാണ് ഞങ്ങൾ കൃഷി ആരംഭിച്ചത്. കൊത്തക്ക് അതായത് പ്രത്യേകമായിട്ട് പറയാൻ വെച്ചാൽ നമ്മളെ കൃഷി ഓഫീസറെ ഒരു പ്രോത്സാഹനം തന്നെയാണ് ഞങ്ങൾക്ക് ഈ കൃഷിയിലേക്ക് ഇറങ്ങാനുള്ള എല്ലാ തയ്യാറെടുപ്പും ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നത്. നല്ല രീതിയിൽ കഴിഞ്ഞ വർഷം 50 സെന്റ് ചെയ്തു. 50 സെന്റ് ഞങ്ങൾക്ക് ഏകദേശം ഒരു 40,000 രൂപ അടുത്ത് ചെലവ് വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം വരുമാനം ഏകദേശം ഒരു 70 റുപ്യൻ്റെ അടുത്ത് ഞങ്ങൾക്ക്. അതന്നെ ഇവര് എന്താ വെച്ചാൽ ഈ കുടുംബക്കാർക്കും ഇവിടെ വരുന്ന ആളുകൾക്ക് കുറെ ആൾക്കാർക്ക് വെറുതെ കൊടുക്കും. എന്നിട്ടും അത് കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ വില കുറച്ച് കഴിഞ്ഞ വർഷം കൊണ്ട് 20-25 രൂപക്കൊക്കെയാണ് കൊടുത്തിരുന്നത്. എന്നിട്ടും അവർക്ക് ഏകദേശം ഒരു 70 രൂപന്റെ അടുത്ത് അതിന്റെ മേലെ വരുമാനം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ഈ വർഷം നിങ്ങളൊരു കുറച്ചുകൂടി ഒരു വിപുലമാക്കി ചെയ്യാന്നുള്ള ഇതിൽ ഞങ്ങൾ കുറച്ചും കൂടി സ്ഥലമൊക്കെ പാട്ടത്തിനെടുത്തുകൊണ്ട് ഒരു ഏക്കറയിൽ 1.5 ഏക്കറയിൽ ഞങ്ങൾ പ്രാവശ്യം ചെയ്യുന്നുണ്ട്. ഒരു ഉദ്ഘാടനമാണ് ഇപ്പൊ വിളവെടുപ്പ് ഉദ്ഘാടനമാണ് ഇപ്പൊ ഇവിടെ നടന്നിട്ടുള്ളത്. വേറൊരു കാര്യം, നമ്മളിവിടെ പൊതുവെ കൃഷി ചെയ്യുമ്പോഴുള്ള പ്രശ്നം കൂലിച്ചെലവ് കൂടുതലാണ്. നിങ്ങൾക്ക് ഈ ഡ്രിപ്പ് മൾച്ചൊക്കെ ചെയ്യുമ്പോൾ പണിക്കാരെ പണി കുറക്കാൻ പറ്റുന്നുണ്ടോ? എന്താണ് അവസ്ഥ നമ്മള് സാധാ പച്ചക്കറി ചെയ്യുന്നതിൽ നിന്നും? ഞങ്ങള് മുമ്പൊക്കെ കൃഷി രീതി വെച്ചാൽ നമ്മളെ അധ്വാനം കൊണ്ട് ചെയ്യലായിരുന്നു. നനച്ചിട്ട്, അതായത് ബക്കറ്റില് അതെ ദിവസം നനയ്ക്കിയ രീതി ഉണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ട രീതിയിലും കൃഷിക്ക് അതിന്റെ വെള്ളം എത്താത്ത രീതിയും ഒക്കെ കൊണ്ട് കൃഷി അത്ര ഒരു വേണ്ട രീതിയിലൊരു മെച്ചപ്പെട്ട രീതിയിലൊരു കൃഷി ഞങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ പുതിയൊരു രീതി ഞങ്ങൾക്ക് ഇവിടെ കഴിഞ്ഞ വർഷം മുതൽ ഞങ്ങൾ ആരംഭിക്കും. ഡ്രിപ്പ് ഒരു ദിവസം ഏകദേശം എത്ര സമയം വേണം ഇതിന്റെ വെള്ളം ഓൺ ചെയ്യാനും കാര്യങ്ങളൊക്കെ നോക്കാനും? ഇപ്പോൾ ഇതിപ്പോ ഒരു മണിക്കൂർ, ഒരു ദിവസം ഒരു മണിക്കൂർ സമയം ഞങ്ങൾക്ക് ഇതിന്റെ വേണ്ടിയിട്ടുള്ള ഒരു ആവശ്യമുള്ളൂ. പണ്ടൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 1.5 ഏക്കർ നടക്കണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരം 2-3 മണിക്കൂർ എല്ലാവരും ഇറങ്ങി ഇരുന്ന് നനയ്ക്കണം, പുല്ല് പറിക്കണം, പണിക്കാരെ ഏൽപ്പിക്കണം. ഇപ്പൊ ഇവർക്ക് കൃത്യമായിട്ട് ഒരു മണിക്കൂർ ഒരാൾ തന്നെ അവിടെ ഉണ്ടായാൽ മതി. ജസ്റ്റ് പൈപ്പ് ഓൺ ചെയ്യണം. അതിന്റെ വേണ്ട രീതിയിൽ അതൊന്ന് കൃഷിയിടത്തിലൊന്ന് പരിശോധിച്ചിട്ട് വേണ്ട എന്തൊക്കെയാ വെള്ളത്തിനോടത്ത് എത്തണ്ടോന്നുള്ളത് പരിശോധിക്കേണ്ട ഒരു ഇത് മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ അവിടെ നമ്മള് മോട്ടർ ഓൺ ചെയ്താൽ മാത്രം മതി. നമ്മള് വെള്ളമല്ല ഇതിന്റെ ചെടീന്റെ മുരട്ടെത്തുന്ന രീതിയിലുള്ള ഒരു മൾച്ചി ഷീറ്റും അതിലെ പൈപ്പും ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രാവശ്യം നല്ല രീതിയിലൊരു കൃഷി ഇറക്കിയിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കറാച്ചി ആയിരുന്നു കൂടുതൽ ചെയ്തിരുന്നത്. നല്ല സാധാ വത്തയ്ക്ക് ഉപരി കറാച്ചി, നല്ല ഇറാനി എന്ന് പറഞ്ഞ രീതിയിൽ കറാച്ചി വത്തയ്ക്കായിരുന്നു പറഞ്ഞത്. ഇപ്രാവശ്യം ഇന്ന് വിപുലമായിട്ട് ഞങ്ങൾ 3 ഐറ്റംസ്, അതായത് മഞ്ഞ കളറുള്ളതും അതിലെ ഓറഞ്ച്, അതിലെ ചോപ്പ്, പിന്നെ യൂണിവേഴ്സിറ്റി ഷുഗർ ബേബി, അതിലെ ഷുഗർ ബേബി എന്നുള്ളൊരു 2-3 ഐറ്റം ഇപ്രാവശ്യം ഞങ്ങൾ പുതുതായിട്ട് കൃഷി ചെയ്യുന്നുണ്ടായി. നിങ്ങളിപ്പോ ആദ്യം നട്ടത് എന്നാണ്? ഫെബ്രുവരി 25 ആ സമയത്ത് നമ്മൾ തൈ നട്ടു തുടങ്ങി. അതൊരു ഫസ്റ്റത്തെ ഒരു 50 സെന്റ് പ്ലോട്ട്. അതിനുശേഷമുള്ള 50 സെന്റ് മാർച്ച് 15 ശേഷമാണ്. പിന്നെ ഏകദേശം ഒരു 10-20 ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് ഇതും ആ രീതിയിൽ അങ്ങനെ 3 ഗ്യാപ്പിൽ വിപണനത്തിന് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവരുത് എന്നുള്ള രീതിയിൽ. നമുക്ക് ഈ വർഷം വിപണനത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവും വിചാരിക്കുന്നില്ല. വരണ്ട് പല ആളുകളും കടക്കാരൊക്കെ അന്വേഷിക്കുന്നുണ്ട്, കൊണ്ടുകൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പം തന്നെ ഉദ്ഘാടനം ചെയ്ത സമയത്ത് തന്നെ 2-3 ആളുകൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവരെന്നെ വണ്ടിയുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെന്നെ 50-100 കിലോ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ഗ്രീൻ ഡോം FPO ഉണ്ട് കോട്ടുപാടത്തുള്ള, അവരെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ അതുപോലെ നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ള ഒരുപാട് കർഷകർ ഇപ്പോൾ നമ്മൾ ഉദ്ഘാടനം കഴിഞ്ഞ് രാവിലെ ആയിരുന്നു, ആ സമയത്ത് തന്നെ ഒരുപാട് പേര് ഇപ്പോഴും അവിടെ വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു അനുഭവം എന്താ? അത് ലാഭകരമാണോ? മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? എൻ്റെ കുറച്ച് കാലത്തെ പരിചയത്തിന് മുകളിൽ ലാഭകരമുള്ള ഒരു കൃഷി എന്ന് പറഞ്ഞാൽ തണ്ണിമത്തൻ കൃഷി. തണ്ണിമത്തൻ മാത്രമല്ല, പച്ചക്കറികൾ ഏതും മൾച്ചിങ് ഷീറ്റ് ഡ്രിപ്പ് ഇറിഗേഷൻ വഴി ചെയ്യുകയാണെങ്കിൽ ലാഭകരമാണ്. അതാണ് എൻ്റെ കാലത്തിനനുസരിച്ച് അനുഭവത്തിൻ്റെ തെളിവാണ്. കാരണം പണ്ട് ഏറ്റവും കൂടുതൽ നനയ്ക്കലാണ് ഏറ്റവും പ്രധാന ഘടകം. കാരണം അത് വിത്ത് നടലൊക്കെ പെട്ടെന്ന് കഴിയുക, ഒരു ദിവസം കൊണ്ട് കഴിയുന്ന സാധനങ്ങളാണ്. പക്ഷേ ഈ മെയിൻറ്റെയിൻ ചെയ്ത് പോകണതാണ് പ്രധാന പ്രശ്നം. ഇതാകുമ്പോൾ മൾച്ചിങ് ഷീറ്റും ഇറിഗേഷൻ ഡ്രിപ്പ് ഇറിഗേഷൻ ആകുമ്പോൾ എത്രയോ പണി കുറവ്. അതായത് മോട്ടറൊന്ന് ഓണാക്കാം, പിന്നെ അഥവാ മറ്റേ വളം ചെയ്യണമെങ്കിൽ അതിനൊരു അരമണിക്കൂർ ടൈം, അതും ഒരു ദിവസം അത് മാത്രം ചിലവാക്കിയ പിന്നെ ഒരു പ്രശ്നങ്ങളില്ല. കാരണം അത് ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. പിന്നെ ഈ പ്രാണികള് ശല്യങ്ങൾ ഇതാന്ന് മാത്രമേ ഉള്ളൂ. കാരണം കീടനാശിനികളൊന്നും തീരെ ഉപയോഗിച്ചിട്ടില്ല. അവർ ഈ വർഷം അങ്ങനെ തീരെ നമ്മൾ ചില സമയത്തൊക്കെ കണ്ടപ്പോൾ പറഞ്ഞെങ്കിൽ പോലും അവരത് ഉപയോഗിക്കാത്ത രീതിയിൽ കൂടുതൽ കീടനാശിനികളൊന്നും ഇല്ലാതെ നാട്ടുകാർക്ക് തന്നെ കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു രീതിയിൽ തന്നെ ഒരു ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസ് പോലെ കൂടുതൽ കീടനാശിനികളൊന്നും ഉൾപ്പെടുത്താതെ കൃത്യമായിട്ടുള്ള വളങ്ങൾ മാത്രം കൊടുത്തിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അടുത്ത വർഷം നമുക്ക് പുതുതായിട്ട് വേണമെങ്കിൽ മഞ്ഞക്കണികളും അതുപോലെ തന്നെ നീലക്കണികളൊക്കെ കൊടുത്തുവരുത്തിയാൽ കീടങ്ങളുടെ ശല്യം കുറച്ചെടുക്കാൻ പറ്റും. ലാഭകരമായൊരു രീതിയിലാണ്. നമുക്കിപ്പോൾ ഇവർക്ക് ഈ വർഷത്തെ ഫണ്ടിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല. കാരണം നമ്മൾ അവസാന സമയത്താണ് നമ്മൾ അപേക്ഷ വന്നത്. ഈ വർഷം വൈകാതെ നമുക്കിപ്പോൾ സ്പിൽ ഓവർ ഫണ്ട് വരും. അതിൽ തന്നെ നമുക്ക് ഇവർക്ക് നല്ല രീതിയിലുള്ള സബ്സിഡിയും കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ആകെ ഈ വർഷം ഇപ്പോൾ കൊടുക്കാൻ പറ്റിയത് നമ്മൾ ജനകീയാസൂത്രണത്തിൽ മോട്ടർ നമുക്ക് പകുതി പൈസ സബ്സിഡി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ നമ്മളിപ്പോൾ ഇനി ഇതിൻ്റെ ഒരു സബ്സിഡി ഏകദേശം 1.5 ഏക്കറാണ്. നമുക്ക് ഏകദേശം ഒരു 60,000 രൂപയോളം നമുക്ക് ഇവർക്ക് സബ്സിഡി ആയിട്ട് കൊടുക്കാൻ പറ്റും. അതുപോലെ കുടുംബശ്രീ ഒക്കെ വരും വർഷങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാന്നുള്ള രീതിയിൽ പറഞ്ഞു. 50 to 70 ദിവസം കൊണ്ട് ഏകദേശം പൂർണ്ണമായിട്ട് തോട്ടം ഒഴിവാടുന്ന രീതിയിലാണ്. അത്രയും വേഗത്തിൽ ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റിയ വിളയാണ് തണ്ണിമത്തൻ. പിന്നെ ഏറ്റവും വലുത് ഇവരിതിപ്പോൾ ഇൻഷൂർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും കർഷകരോട് പറയാനുള്ളത്, നിങ്ങൾ ഇത്തരത്തിലുള്ള പുതിയ കൃഷി രീതികളാണെങ്കിലും പച്ചക്കറിയൊക്കെ ചെയ്യുമ്പോൾ ഹൈലി റിസ്ക് ആണ്. ഇപ്പോൾ കാലാവസ്ഥ നമ്മളുടെ ഒന്നും കയ്യിലല്ല, പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാവുമെന്നല്ല ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഈ വർഷത്തേക്ക് നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ മഴ ഉണ്ടായിരുന്ന ഏപ്രിൽ ലാസ്റ്റൊക്കെ, ഈ വർഷം ഒരിക്കലും പ്രതീക്ഷിക്കാതെ മാർച്ചിൽ തന്നെ നല്ല മഴ കിട്ടി. പിന്നെ കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു വളർച്ച നടക്കുന്ന കാലഘട്ടത്തിലാണ് അത് കിട്ടി. അപ്പോൾ അതുകൊണ്ടാണ് കർഷകരോട് എപ്പോഴും പറയാനുള്ളത്, നമ്മൾ ഇൻഷുറൻസിൽ 1 സെൻറ്റിന് 1 രൂപ വെച്ചിട്ട് ഇൻഷുർ ചെയ്യാൻ ചിലവ് വരുന്നു. നമുക്ക് ഈ ഒരു പ്രതീക്ഷിക്കാത്ത വെള്ളക്കെട്ടോ അതോ വന്നാൽ നമുക്ക് അതിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇവരത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെയ്യുന്ന കർഷകരും ഇത്തരം രീതിയിലൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകം ഇൻഷുർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.